ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് ധാരാളം പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഇന്ന് ലഭ്യമാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു കിടിലൻ പ്ലാറ്റ്ഫോമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത്. കിടിലൻ എന്ന് ഞാൻ പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിൽ പേയ്മെൻറ്റ് കൊടുത്താൽ മാത്രം നമുക്ക് ലഭിക്കുന്ന കുറേയധികം ഫീച്ചേഴ്സ് എൻ്റയർലി ഫ്രീ ആയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നുണ്ട്. ടീച്ച്മിൻറ്റ് എന്നാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. നമുക്ക് ഓൺലൈൻ വൈറ്റ് ബോർഡ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. സ്ക്രീന്, ഫോട്ടോ, വീഡിയോ, വെബ്സൈറ്റിൻ്റെ URL ഇതൊക്കെ നമുക്ക് ക്ലാസ്സുകളിലൂടെ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കും. സ്റ്റഡി മെറ്റീരിയൽസ് കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ സഹായിക്കും. അസൈൻമെൻറ്റ്സ് കുട്ടികൾക്ക് ഡെലിവർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓൺലൈൻ എക്സാംസ് നടത്താനായിട്ട് സാധിക്കും. ക്ലാസ്സിനിടയ്ക്ക് കുട്ടികളുമായിട്ട് ചാറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഫ്രീ ആണ്. കോൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിലൊക്കെ നമ്മൾ വെക്കുന്നത് പോലെയുള്ള നോട്ടീസ് ബോർഡ് സംവിധാനം ഈ ഒരു ആപ്ലിക്കേഷനകത്ത് തന്നിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ നിന്ന് ലഭിക്കാനായിട്ടുള്ള വാട്സപ്പ് സപ്പോർട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസ് പെട്ടെന്ന് ലഭിക്കാനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫോണിലെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിനുള്ളിൽ ടീച്ച്മിൻറ്റ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഈ കാണുന്നതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ. ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളായി വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ 11 ഭാഷകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രിഫറബിൾ ആയിട്ടുള്ളൊരു ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. കണ്ടിന്യൂ കൊടുക്കുന്നു. മൊബൈൽ നമ്പർ കൊടുത്തിട്ട് രജിസ്ട്രേഷൻ ചെയ്യണം. മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം താഴെയുള്ള സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടുത്തതായി ചോദിക്കുന്നത് നമ്മളൊരു ടീച്ചറാണോ സ്റ്റുഡൻ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഞാനിപ്പോൾ ടീച്ചർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതായത് ഉദ്ദേശിക്കുന്നത് ക്ലാസ്സുകൾ ഡെലിവർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ടീച്ചർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇനി മറ്റൊരാൾ നടത്തുന്ന ക്ലാസ്സിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. പേര് കൊടുക്കാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാം. പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ഡിവൈസിനുള്ളിലെ സ്റ്റോറേജിലോട്ടുള്ള പെർമിഷൻ ചോദിക്കുന്നുണ്ട്. പെർമിഷൻ കൊടുത്തിട്ട് ഫോണിലെ ഗാലറിയിൽ നിന്നും ഒരു പിക്ചർ അപ്ലോഡ് ചെയ്യുക. പിന്നീടുള്ള ഒരു ഓപ്ഷൻ, നമ്മളിപ്പോൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത മൊബൈൽ നമ്പറിൽ വാട്സപ്പ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഒക്കെ നമ്മുടെ വാട്സപ്പിലോട്ട് ആ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അത് നമുക്ക് ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓഫ് ചെയ്തിടാം. അപ്ഡേറ്റ്സ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ അവിടെ ഓൺ ചെയ്തിടാം. അതിനുശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുക. അടുത്തതായിട്ട് ക്ലാസ് റൂമിനൊരു പേരിടുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഓൺലൈൻ ക്ലാസ് മൺഡേ എന്ന് പറഞ്ഞൊരു പേര് കൊടുത്ത് നമുക്കിഷ്ടമുള്ള ഒരു പേര് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം ഈ ഒരു സെഷനകത്ത് നമ്മൾ എന്താണ് പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവിടെയുണ്ട്. ഞാനിപ്പോൾ മലയാളം, ഇംഗ്ലീഷ് 2 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതി പറഞ്ഞു കൊടുത്തു. അതൊക്കെ ഓരോ ടീച്ചേഴ്സിൻ്റെ ഇഷ്ടമാണ്. ഇനി എന്തിനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്? ട്യൂഷൻ അല്ലെങ്കിൽ കോച്ചിങ് ക്ലാസ്സസിന് വേണ്ടിയിട്ടാണോ, സ്കൂൾ ക്ലാസ്സസിന് വേണ്ടിയിട്ടാണോ, ഇനി ഹോബിയാണോ, മറ്റ് നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കുന്ന ക്ലാസ്സസിന് വേണ്ടിയിട്ടാണോ എന്നവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് ക്ലാസ് റൂം കൊടുക്കുക. അപ്പോൾ ഓൺലൈൻ ക്ലാസ് മൺഡേ എന്നുള്ള പേരിൽ ഒരു ക്ലാസ് റൂം ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ആ ക്ലാസ് റൂമിലേക്ക് നമ്മളുടെ സ്റ്റുഡൻസിനെ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ക്ലാസ് റൂം ID എന്ന് പറഞ്ഞ് അവിടെ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോപ്പി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇത് കോപ്പി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ മെസ്സഞ്ചറിലൂടെയും ടെക്സ്റ്റ് മെസ്സേജൊക്കെ ആയിട്ട് നമ്മളുടെ സ്റ്റുഡൻസിനെ നമുക്ക് ഈ ഒരു ക്ലാസ് റൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സ്റ്റുഡൻസ് ഈ ഒരു ക്ലാസ് റൂം ID വെച്ചിട്ട് എങ്ങനെയാണ് ക്ലാസ് റൂമിലേക്ക് കയറുന്നത്? ടീച്ച്മിൻറ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴത്തേക്കിന് അവിടെ 2 ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു, ടീച്ചർ എന്നും സ്റ്റുഡൻ്റ് എന്നും. അതിൽ സ്റ്റുഡൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ID ഉപയോഗിച്ചിട്ട് ഈ ഓൺലൈൻ ക്ലാസ് മൺഡേ എന്നുള്ള ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതാണ് ആ ടീച്ചറും സ്റ്റുഡൻറ്റും 2 ഓപ്ഷനും തമ്മിലുള്ള വ്യത്യാസം. ടീച്ചർ എന്നുള്ള ഓപ്ഷൻ ക്ലാസ് ഡെലിവറി ചെയ്യുന്ന ആൾ സെലക്ട് ചെയ്യുന്നു. സ്റ്റുഡൻ്റ് എന്നുള്ള ഓപ്ഷൻ ഒരു ക്ലാസ്സിലോട്ട് ഒരു സ്റ്റുഡൻറ്റ് കയറാനായിട്ട് ID കൊടുത്ത് കയറാനായിട്ട് യൂസ് ചെയ്യുന്നു. ഇനി മുകളിൽ ധാരാളം ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് നമ്മളുടെ ക്ലാസ്സിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ
ഞാനാണിപ്പോൾ ക്ലാസ് ഡെലിവർ ചെയ്യുന്നത്. എനിക്കിവിടെ സ്റ്റുഡൻ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ആ ഒരു സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെ പേര് വരും. നമ്മളിവിടെ നിന്ന് അപ്രൂവ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ സ്റ്റുഡൻറ്റിന് ഈ ക്ലാസ്സിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന കാര്യങ്ങളുടെ പരീക്ഷയൊക്കെ നടത്താനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ക്രിയേറ്റ് ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് എനേബിൾ ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സെഷനകത്തേക്ക് സ്റ്റുഡൻസിനെ ആഡ് ചെയ്യണം. അപ്പോഴാണ് ആ ഒരു ഓപ്ഷൻ എനേബിൾ ആകുന്നതും. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഈ ഒരു ആപ്ലിക്കേഷനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസുമായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുമായിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൈക്ക് ഓപ്പൺ ചെയ്ത് ചോദിക്കാതെ തന്നെ മെസ്സേജായിട്ട് അവർ ഒരു മെസ്സേജ് അയക്കാനുള്ള സംവിധാനമാണ് ഈ ചാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷനകത്ത് അവരുടെ മെസ്സേജസ് വന്ന് കിടക്കും. അതിനനുസരിച്ചിട്ട് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നോട്ടീസ് ബോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻറ്റ്സ് എല്ലാ സ്റ്റുഡൻസിനും ഒരുപോലെ അറിയത്തക്ക രീതിയിലുള്ള അനൗൺസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അവരെ അറിയിക്കാവുന്നതാണ്. അസൈൻമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനകത്ത് നമുക്ക് ടീച്ചർ എന്നുള്ള രീതിയിൽ പല അസൈൻമെൻറ്റുകൾ അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിടാനായിട്ട് സാധിക്കും. അതിന് പ്രകാരം സ്റ്റുഡൻസിന് ആ ഒരു ഓപ്ഷനകത്തു നിന്ന് അവരുടെ അസൈൻമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ്, ഇമേജസ്, വീഡിയോസ് ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് ഇടാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് എടുക്കുന്ന ക്ലാസ്സിൽ 10 സ്റ്റുഡൻസ് ഉണ്ട്, 7 പേരെ വന്നുള്ളൂ, ബാക്കി 3 പേര് ആബ്സെൻ്റ് ആണെങ്കിൽ വീണ്ടും അവർക്ക് ഒന്നും കൂടി എടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. നമ്മൾ ഒരു സെഷൻ എടുത്തു കഴിഞ്ഞിട്ട് 24 മണിക്കൂറിനകം റെക്കോർഡിങ്സ് ഇതിനുള്ളിൽ വരുന്നതാണ്. ഇനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെയുള്ള ഗോ ലൈവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതിയാകും. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പെർമിഷൻസ് ചോദിക്കും, അത് അലോ ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് നമുക്ക് മൈക്ക് ഓൺ ചെയ്യാനായിട്ടും വീഡിയോ ഓൺ ചെയ്യാനായിട്ടും റെക്കോർഡിംഗ് ഓൺ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഈ 3 കാര്യങ്ങൾ ഓഫ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസൊക്കെ വളരെ വ്യക്തമായിട്ട് തരുന്നുണ്ട്. ഇനി ക്ലാസ്സുകൾ പോർട്രേറ്റ് മോഡിൽ വേണോ ലാൻഡ്സ്കേപ്പ് മോഡിൽ വേണോ എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഹൊറിസോണ്ടൽ വെർട്ടിക്കലായിട്ട് നമുക്ക് ക്ലാസ്സുകൾ സെറ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഇനിഷ്യൽ സെറ്റപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഗോ ലൈവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ മുകളിൽ ഒരു മെസ്സേജിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് സ്റ്റുഡൻസിന് എന്തെങ്കിലും മെസ്സേജസ് പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ട് സാധിക്കും. അവർക്ക് ആ ഒരു ചാറ്റ് ഓപ്ഷനകത്ത് വന്ന് അത് കിട്ടിക്കോളും. അതുപോലെ തന്നെ ക്വാളിറ്റി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓപ്ഷനകത്ത് ക്വാളിറ്റി മീഡിയം ലോ എന്ന് പറഞ്ഞ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ പൂറാണെങ്കിൽ ലോ ക്വാളിറ്റിയിലിട്ടിട്ട് നമുക്ക് ക്ലാസ് സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപേ റെക്കോർഡിംഗ് ഓപ്ഷൻ കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ താഴെ ഓപ്ഷൻസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് ഇവിടെ ക്ലാസ് റെക്കോർഡിംഗ് എന്നുള്ളത് ഓൺ ആക്കിയിട്ടിട്ട് നമുക്ക് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഷെയർ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ സാധിക്കും, ഫോട്ടോസ് ഷെയർ ചെയ്യാൻ സാധിക്കും, PDF ഷെയർ ചെയ്യാൻ സാധിക്കും, വൈറ്റ് ബോർഡും ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം വൈറ്റ് ബോർഡ് വരെ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുകളിൽ കാണിച്ചിരിക്കുന്ന മിഡിലിൽ കിടക്കുന്ന 2 സിമ്പിൾസ് അത് പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും മാറ്റുന്ന സിമ്പിൾസ് തന്നെയാണ്. ഇനി ഒരു ക്ലാസ് കഴിഞ്ഞാൽ ക്ലാസ് റൂം അവസാനിപ്പിക്കാനായിട്ട് ഇവിടെ എൻഡ് എന്നുള്ളത് പ്രസ് ചെയ്യുക. ഇനി നമ്മളുടെ ക്ലാസ്സിൻ്റെ നമ്മൾ ഓൾറെഡി കൊടുത്ത പേരൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. സബ്ജക്റ്റൊക്കെ മാറ്റാൻ സാധിക്കും, താഴെ ഓപ്ഷൻസ് മാറ്റാൻ സാധിക്കും, സേവ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് റൂം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഓപ്ഷനുണ്ട്, ഡിലീറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരായിട്ടുള്ള മറ്റു വിദ്യാർത്ഥികൾക്കും അതുപോലെ നിങ്ങളുടെ ഗുരുക്കന്മാരായിട്ടുള്ള ടീച്ചേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഫെസിലിറ്റി നമുക്ക് ഈ ഒരു കാലത്ത് ലഭിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.